ഈ ക്വസ്റ്റ്യൻ നോക്കാം. 4 sec theta minus 5 0 find the value of cot theta. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? 4 sec theta minus 5 equal to 0 അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 sec theta equal to 5 കിട്ടും. or sec theta equal to 5/4 എന്ന് കിട്ടും. ഇത്രയും ശരിയല്ലേ? രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ചെയ്യാം, അല്ലാതെ ചെയ്യാൻ പറ്റും. അല്ലാതെ ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയാമോ? സീക്ക് തീറ്റ തന്നു കഴിഞ്ഞാൽ എങ്ങനെ കോട്ട് തീറ്റ കാണാം? കോട്ട് തീറ്റ കാണണമെങ്കിൽ സീക്കും ടാനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, ഇല്ലേ? ഓർമ്മയുണ്ടോ? സീക്കും ടാനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് സീക്ക് കിട്ടിയാൽ ഉടനെ ടാൻ കിട്ടും. ആ ടാനിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കോട്ടും കിട്ടും. സീക്കും ടാനും തമ്മിലുള്ള റിലേഷൻ, സീക്ക് കിട്ടിയാൽ ഉടനെ ടാൻ കാണാൻ പറ്റും. ഫോർമുല അറിയാമോ? എന്താണ് ഫോർമുല? ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റ -1 ആണ്. ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്, ഓർമ്മയുണ്ടോ? സീക്ക് സ്ക്വയർ -1 ടാൻ സ്ക്വയർ ആണ്, അതിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മളത് പഠിക്കാനുള്ളതാണ് അല്ലേ? സീക്ക് സ്ക്വയർ -1 ചെയ്ത് കഴിഞ്ഞാൽ ടാൻ സ്ക്വയർ കിട്ടും. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് അറിയാമോ? സീക്ക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ ഈക്വൽ ടു 1, അവിടെ നിന്ന് കിട്ടിയ ഐഡൻറ്റിറ്റിയാണ്. ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാൻ കിട്ടും. ടാൻ കിട്ടിയാൽ പിന്നെ കോട്ട് റെസിപ്രോക്കൽ എടുത്താൽ പോരെ. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ -1, അതായത് 5/4 ഓൾ സ്ക്വയർ -1 ചെയ്യുക. അതായത് 25/16 -1 ചെയ്യുക. കാൽക്കുലേഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, 9/16 കിട്ടും. ടാൻ സ്ക്വയർ തീറ്റ 9/16. ടാൻ തീറ്റ എന്തായിരിക്കും? ടാൻ സ്ക്വയർ തീറ്റ 9/16 ആണെങ്കിൽ ടാൻ എന്താ? റൂട്ട് എടുക്കുക. 9ൻ്റെ റൂട്ട് 3ഉം 16ൻ്റെ റൂട്ട് 4ഉം. അപ്പോൾ ടാൻ തീറ്റ 3/4 കിട്ടി. അപ്പോൾ കോട്ട് തീറ്റ എന്തായിരിക്കും? ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കോട്ട്. 3/4ൻ്റെ റെസിപ്രോക്കൽ 4/3. 4/3 ആണ് ഇതിൻ്റെ ആൻസർ.